शङ्करा शिव शम्भो शङ्करा शम्भो शङ्कर साम्ब सदा शिव शम्भो शङ्करा शम्भो शङ्कर साम्ब सदा शम्भो शङ्करा पार्वती नायका परमेशा पाहि मां पार्वती नायका परमेशा पाहि मां भक्तजनप्रिय पंकजलोचन ईशा रक्ष मां भक्तजनप्रिय पंकज ईशा रक्ष मां ईशा विश्वेशा जगदीशा विश्वेशा ईशा विश्वेशा जगदीशा विश्वेशा कैलासवासा कनकसभेशा ईशा विश्वेशा कैलासवासा कनकसभेशा ईशा विश्वेशा जगदीशा विश्वेशा जगदीशा विश्वेशा शम्भो शङ्करा शिव शम्भो शङ्करा शम्भो शङ्करा शिव शम्भो शङ्करा शम्भो शङ्कर साम्ब सदा शिव शम्भो शङ्करा शम्भो शङ्कर साम्ब सदा शिव शम्भो शङ्करा शिव शिव शम्भो शङ्करा शिव शिव शम्भो शङ्करा नमः पार्वतीपतये हर हर महादेव മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടായാലേ നല്ല കുടുംബത്തിൽ ജനിക്കാൻ സാധിക്കുള്ളൂ. പ്രസൂതി സദ്വംസേ, അതേപോലെ നല്ല കുടുംബത്തിൽ ജനിക്കാൻ മാത്രമല്ല പലവിധമായ കലകൾ പഠിക്കാനും ഇങ്ങനെ നമുക്ക് എന്തൊക്കെ ഉന്നതി വേണോ ശിവപൂജ കൊണ്ട് കിട്ടും എന്നാണ് ശിവമാഹാത്മ്യം പറയുന്നു. എന്തായാലും ഇന്ന് സർവൈശ്വര്യ പൂജ വച്ചിരിക്കുന്നു. അപ്പോൾ ഐശ്വര്യം കിട്ടണമെങ്കിൽ ഒന്ന് മഹാദേവനെയോ ഗുരുവായൂരപ്പനെയോ ഭജിക്കണം. ഗുരുവായൂരപ്പനെ ഭജിച്ച് കുബേരനായി കുചേലൻ. അതാണ് കുബേരനക്ക് കുബേര സമ്പത്ത് കിട്ടിയിട്ടും അഹങ്കാരമില്ലാതെ ഇരിക്കുന്നു മഹാദേവനെ ആശ്രയിച്ച്. ഇപ്പം സമ്പത്ത് കിട്ടിയിട്ട് കാര്യമില്ല, അതുകൊണ്ട് അഹങ്കരിക്കാതിരിക്കണം. ഇത് രണ്ടുമാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നു. സുധാമാപാഖ്യാനം ഇവിടെ 2 അധ്യായത്തിൽ വർണ്ണിക്കുന്നു. കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമഃ. ദീപാരാധനയ്ക്ക് ശേഷമാണ് പൂജ തീരുമാനിച്ചത്. പക്ഷേ നമ്മുടെ ശങ്കരൻ നമ്പൂതിരി പറയുമ്പോൾ 5 മണിക്ക് തന്നെ എത്തണം പറയാൻ എന്താ കാരണം? കുചേലോപാഖ്യാനം കേട്ടാൽ നിങ്ങൾക്ക് ഐശ്വര്യം കിട്ടട്ടെ വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് കുറച്ച് വേഗം പറയാൻ പറഞ്ഞത്. എൻ്റെ ഗുരുനാഥൻ്റെ ശിഷ്യർ ഒരാൾ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു. അപ്പോൾ ഗുരുനാഥൻ എന്ത് ചെയ്തു? കുചേലവൃത്തം വായിക്കാൻ പറഞ്ഞു. പക്ഷെ കുചേലവൃത്തം ഭാഗവതമാണെങ്കിൽ 2 അധ്യായം, അത് പഠിക്കാൻ സമയം കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, നാരായണീയത്തിൽ 1 ദശകമേ ഉള്ളൂ. കുചേലനാമ ഭവതസ്സതീർത്ഥ്യതാം ഗതസ്സ സാന്ദീപരി മന്ദിരേ അസതിൽ തുടങ്ങുന്ന സുധാമ ഉപാഖ്യാനം അത് വായിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവർ വായിച്ച് ആദ്യം വീട് പോലും ഇല്ലാതെ ബുദ്ധിമുട്ട് അവർ പിന്നെ 2 വീട് വാങ്ങി. അങ്ങനെ തിരുച്ചി നഗരത്തിൽ ശ്രീരംഗ ക്ഷേത്രത്തിലൊക്കെ വീട് വാങ്ങണം വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കാരണം ഈ കുചേല ഉപാഖ്യാനമാണ്. കൃഷ്ണൻ്റെ ഒപ്പം പഠിച്ച മഹാത്മാവാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് എവിടെ ചെന്നാലും മന്ത്രിസ്ഥാനം കിട്ടുമായിരുന്നു. പക്ഷേ മന്ത്രിസ്ഥാനം അതിന് താല്പര്യമില്ല. പണ്ടൊക്കെ നല്ല പഠിച്ച ആൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുമായിരുന്നു. ഇപ്പോഴോ പഠിക്കാത്ത ആൾക്കാണ് മന്ത്രിസ്ഥാനം, ഒട്ടും പഠിക്കാത്ത ആൾക്കാണ് മന്ത്രിസ്ഥാനം, വിദ്യാഭ്യാസത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നു. ഇദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളോട് കൂടുതൽ താല്പര്യമില്ല. അതുകൊണ്ട് ഇതിന് വീട്ടിലിരുന്നതിനെ എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
നിങ്ങളുടെ വീട്ടിൽ നിന്ന് വെറുതെ നാമം ജപിച്ചാൽ കുടുംബം നടക്കുമോ? എന്നാൽ അത്രയും ധൈര്യം വേണം. നമ്മളൊക്കെ അങ്ങനെ എന്നാൽ നമുക്ക് അത്ര ധൈര്യം ആയിട്ടില്ല. ഇദ്ദേഹത്തിന് അത്ര ധൈര്യമുണ്ട്. കിട്ടിയാൽ കഴിക്കും, കിട്ടില്ലെങ്കിൽ പട്ടിണി കിടക്കാൻ ഇതെന്താ കുഴപ്പം? അങ്ങനെയാണ് അദ്ദേഹം. പക്ഷേ ഭഗവാൻ അങ്ങനെ വിടാറില്ല. ഭക്തന്മാരെ എങ്ങനെയെങ്കിലും രക്ഷിക്കും. എതിർച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമീ. എതിർച്ഛയാ ഇവിടെ പറയുന്നു. എതിർച്ഛയാ പറഞ്ഞാൽ കൃഷ്ണകൃപയാ. ആരെങ്കിലും ഇവിടെ വെറും കുറച്ച് ഗോതമ്പ് കൊടുക്കും, ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കും, ആരെങ്കിലും പഴം കൊടുക്കും. കുചേലൻ്റെ ഭാര്യയെയാണ് നമ്മൾ നമസ്കരിക്കണം. കാരണം മിക്കവാറും ഭക്തന്മാരുടെ ഭാര്യയ്ക്കാണ് കൂടുതൽ പെരുമ. ഉള്ളത് ഭർത്താവിനും കുട്ടികൾക്കും കൊടുത്ത് ഈ അമ്മ പട്ടിണി കിടക്കുന്നതാണ്. അതുകൊണ്ട് ക്ഷുക്ഷാമ ഇവിടെ പേര് പറയുന്നു. ക്ഷുക്ഷാമാച്ച തഥാവിധ. പശി പൊറുക്കാൻ പഠിച്ചവൾ. ക്ഷുത്രുകൊണ്ട് ക്ഷാമം മെളിഞ്ഞു പോയവൾ എന്നാണ് അർത്ഥം. സുധാമാവിനെ പശി പൊറുക്കാൻ വയ്യ. ഇദ്ദേഹം ഈ സ്ത്രീ അങ്ങനെ പശിയും അടക്കി അങ്ങനെ തപസ് ചെയ്യുന്നു. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു ഇവർക്ക് കൂടുതൽ ഐശ്വര്യം കൊടുക്കണം. ഭഗവാൻ സങ്കല്പിച്ചത് സുധാമാവിൻ്റെ ഭാര്യയെ മനസ്സിലാക്കി. തമിഴിൽ പഴഞ്ചൊല്ല് പറയാറുണ്ട്, കൊടുക്കുന്ന ദൈവം കൂറയെ പിച്ച് കൊടുക്കും. കൊടുക്കാൻ തീരുമാനിച്ചിട്ട് പിന്നെ കൂറയെ പിച്ച് ഐശ്വര്യം ഒഴുകും. അപ്പോൾ ഭഗവാൻ കൊടുക്കാൻ തീരുമാനിച്ചത് മനസ്സിലാക്കി സുധാമാവിൻ്റെ ഭാര്യ. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ ഇരുന്ന് ആ പണം മേടിക്കേണ്ട, കഥ പറയുന്നവർ പറഞ്ഞോട്ടെ. സുധാമ ദ്വാരക വരെ ചെന്നു, അതുകൊണ്ട് ഐശ്വര്യം കിട്ടിയെന്ന് കഥ പറയട്ടെ വിചാരിച്ച് സുധാമാവിൻ്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് പറയും, ഒന്ന് നിങ്ങളുടെ സുഹൃത്തെ കാണണ്ടേ. സഖാ സാക്ഷാത് ശ്രിയപ്പതി നനു ബ്രഹ്മൻ ഭഗവതഃ. സഖാ സാക്ഷാത് ശ്രിയപ്പതി ബ്രഹ്മണ്യശ്ച ശരണ്യശ്ച ഭഗവാൻ സാത്വതഋഷഭഃ. തമുപൈഹി മഹാഭാഗ സാധൂനാഞ്ച പരായണം ദാസ്യതി ദ്രവിണം ഭൂരി സീതത്തെ കുടുംബിനെ. ശ്രീയപ്പതിയായ ഭഗവാനല്ലേ നിങ്ങളുടെ സഖാവ്. അവിടെ അടുത്തല്ലേ ദ്വാരക, ഒന്ന് പോയി കണ്ടോളൂ. പോർബന്ദറിന് ഗുജറാത്തിൽ ഒരു സ്ഥലമുണ്ട്, അതാണ് സുധാമ താമസിച്ച സ്ഥലം. ഇപ്പോൾ ആ സുധാമ കുടീരം അതൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നടന്നു പോയാൽ പോവാം. പകലിൽ പുറപ്പെട്ട രാത്രി എത്താൻ തോന്നണം, അത്രയും ദൂരം ഉള്ളൂ. അങ്ങനെ സുധാമാവോട് ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പോൾ ചോദിച്ചു അദ്ദേഹം, എന്തിനാ അങ്ങോട്ട് പോകാൻ പറയുന്നു? അവിടെ പോയാൽ കൂടുതൽ പണം തരും. ദാസ്യതി ദ്രവിണം ഭൂയി. സത്യം പറയണ്ടേ? സത്യം പറഞ്ഞു. ഐശ്വര്യം തരും പറഞ്ഞപ്പോൾ അദ്ദേഹം, എനിക്ക് അതോട് താല്പര്യമില്ല, ഞാൻ പോകുന്നില്ല പറഞ്ഞു. അതാണ് സുധാമാവിൻ്റെ വൈരാഗ്യം. നമ്മളൊക്കെ എന്ത് ചെയ്യും? ഐശ്വര്യം തരും പറഞ്ഞാൽ 2 വലിയ ചാക്ക് കൊണ്ട് തരും, ഞാൻ കൊണ്ടുപോവാം, നമ്മൾ പുറപ്പെട്ടു പോകും. ഇദ്ദേഹം പോയിട്ടില്ലേ. ദാസ്യതി ദ്രവിണം ഭൂരി പറഞ്ഞപ്പോൾ ഞാൻ പോകുന്നില്ല പറഞ്ഞപ്പോഴാണ് ബഹുശഃ പ്രാർത്ഥിത്തോ, പലതവണ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഭഗവാൻ സ്മരതഃ പാദകമലം ആത്മാനം, തന്നെ സ്മരിച്ചവർക്ക് തന്നെ തന്നെ കൊടുക്കുന്ന ഭഗവാനാണ്, പോയിക്കോളുന്നു പലതവണ പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ അദ്ദേഹം പുറപ്പെട്ടു. വെറുതെ പോകാൻ പാടില്ലേ. ഗുരുജനങ്ങളെ കാണാൻ പോകുമ്പോഴും അഗ്നിഹോത്ര ഗൃഹം ക്ഷേത്രം ഗർഭിണി വൃദ്ധ ബാലകൗ തിക്തഹസ്തേന നോപേയാത് രാജാനം ദൈവതം ഗുരും. 8 ആൾക്കാരെ കാണാൻ പോകുമ്പോൾ വെറുതെ പോകാൻ പാടില്ലേ. അഗ്നിഹോത്ര ഗൃഹം, യാഗം നടക്കുന്ന സ്ഥലത്തിലേക്ക് പോകുമ്പോൾ നെയ്യോ എന്തെങ്കിലും കൊണ്ടുപോകണം. ക്ഷേത്രം, ഇവിടെ സംസ്കൃതത്തിൽ ക്ഷേത്രം പറയുന്നത് നമ്മുടെ അമ്പലം പറഞ്ഞിട്ടില്ലേ, കൃഷിസ്ഥലത്തിന് ക്ഷേത്രം എന്നാണ് പേര്. എന്തുകൊണ്ട് കൃഷിസ്ഥലത്തിന് ക്ഷേത്രം? 1 ചാക്ക് വിത്ത് നെല്ല് ഇട്ടാൽ 100 ചാക്ക് കൊയ്തെടുക്കാം. അതുകൊണ്ടാണ് ഇവിടെയും അമ്പലത്തിന് ക്ഷേത്രം പേര് വരാൻ കാരണം ഇവിടെ ചെയ്യുന്ന പുണ്യം 1ന് 100 മടങ്ങ് കിട്ടും. അതുകൊണ്ടാണ് ഇവിടെയും ക്ഷേത്രം പറയുന്നു. അങ്ങനെ ക്ഷേത്ര കൃഷിസ്ഥലത്തിൽ ചെല്ലുമ്പോൾ ദിനം ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം, വളം ഇട്ട് കൊടുക്കണം. അപ്പോൾ വളരുള്ളൂ. അഗ്നിഹോത്രഗ്രഹം ക്ഷേത്രം. പിന്നെ ഗർഭവതിയായ പെൺകുട്ടിയെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും മധുര പലഹാരം കൊണ്ടുപോകണം. കാരണം 1 ജീവന് കൊടുത്താൽ 2 ജീവനക്ക് കിട്ടും. ഗർഭിണി വൃദ്ധ ബാലകോ, സദാഭിഷേകം കഴിഞ്ഞ് പ്രായമായവരെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും പഴങ്ങൾ കൊണ്ടുപോകണം. പിന്നെ കുട്ടികളെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ബിസ്ക്കറ്റോ ചോക്ലേറ്റോ കൊണ്ടുപോകണം. കുട്ടികൾ ചോദിക്കും 5 സ്റ്റാർ കൊണ്ടുവന്നിട്ടുണ്ടോ ചോദിക്കും. ചില കുട്ടികൾ ചോദിക്കാറില്ലേ, സഞ്ചി വെച്ചാൽ അപ്പോൾ തുറന്ന് നോക്കും എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ
കുട്ടികളുള്ള വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണം. വൃദ്ധ ബാലകവും രാജാവിനെ കാണാൻ പോകുമ്പോഴും എന്തെങ്കിലും സമർപ്പിക്കണം. ദൈവത്തെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കർപ്പൂരമോ എണ്ണയോ ചന്ദനത്തെയോ എന്തെങ്കിലും സമർപ്പിക്കണം. ഗുരുനാഥനെ കാണാൻ പോകുമ്പോഴും എന്തെങ്കിലും കൊണ്ടുപോകണം. ഇത് ശാസ്ത്രമാണ്. അപ്പോൾ എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ നോക്കി, വീട്ടിൽ ഒന്നും ഇല്ല. അപ്പോൾ ഇത് അടുത്തുള്ള 4 വീട്ടിൽ ഭിക്ഷയ്ക്ക് പോയി ഓരോ വീട്ടിലും ഓരോ പിടി അവൽ കൊടുത്തു. അവൽ കിട്ടിയപ്പോൾ അത് ഒന്ന് ശുദ്ധമാകുമ്പോൾ അത് 4 പിടി 3 പിടിയായി. അതൊരു അവൽ കിഴിയാക്കി ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. അതും കയ്യിലെടുത്ത് അദ്ദേഹം നാമം ജപിച്ച് പുറപ്പെട്ടു. ചലേ ശ്യാമ സുന്ദർ സേ മിലനെ സുദാമ, ചലേ ശ്യാമ സുന്ദർ സേ മിലനെ സുദാമ, जाते जाते मुख में हरे कृष्ण नाम, जाते जाते मुख में हरे कृष्ण नाम, चले श्याम सुंदर से मिलने सुदामा. നാമം ജപിച്ചുകൊണ്ട് പുറപ്പെട്ടു. ഇവിടെയാണ് നമുക്ക് എന്താ കാണിച്ചു തരണോ? ക്ഷേത്രം തൊഴാൻ പോകുമ്പോൾ ക്ഷേത്രത്തിൽ മുമ്പിൽ പോയിട്ട് നാമം ജപിച്ചാൽ മാത്രം പോരാ. വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ നാരായണ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് വേണം പുറപ്പെടാം. എൻ്റെ ഗുരുനാഥനൊക്കെ വണ്ടിയിൽ യാത്ര വൃന്ദാവന യാത്ര ചെല്ലുമ്പോൾ തന്നെ റെയിലുടെ ശബ്ദം രാധേ 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 ചൊല്ലുന്നു. റെയിലുടെ ഒപ്പം നാമം ജപിച്ച് പോകും. അതാണ് മഹാത്മാക്കൾ. അങ്ങനെ സുദാമ നാമം ജപിച്ച് ദ്വാരകയിലെത്തിയപ്പോൾ അവിടെ 16,108 വലിയ ഭവനങ്ങളാണ്. എല്ലാം ഒരേപോലെ ആയിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് സംശയം ചോദിച്ചു. ചില മഹാത്മാക്കൾ വേറെ തരത്തിൽ പറയുന്നുണ്ട്. സുദാമ നാമം ജപിച്ച് രാത്രി ഒരു ആൽത്തറയുടെ ചോട്ടിൽ അദ്ദേഹം ഒന്ന് കണ്ണ് അടച്ച് ഉറങ്ങിപ്പോയി. അപ്പോൾ ഭഗവാൻ ഗരുഡനെ വിളിച്ച് പറഞ്ഞു, സുദാമാവിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ട, ദ്വാരകയിൽ കൊണ്ടാക്കിക്കോളൂ. അപ്പോൾ ഗരുഡൻ വന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം ഉറങ്ങിക്കിടക്കുന്നു. കയ്യിലെടുത്താൽ ഉണർവും. അപ്പോൾ എന്ത് ചെയ്തു? സുദാമ ഉറങ്ങുന്ന ആൾത്തറയോട് കൂട്ടി ചേർത്ത് ദ്വാരകയിൽ കൊണ്ടാക്കി. സുദാമ രാവിലെ എന്നിട്ട് ചോദിച്ചത് ഏതാണ് സ്ഥലം? ഇത് ദ്വാരകയാണോ? ഇത്ര അടുത്താണോ എന്ന് അദ്ദേഹത്തിന് അപ്പോഴാണ് തോന്നി. ചോദിച്ചു എവിടെയാണ് കൃഷ്ണഭവനം? കൃഷ്ണൻ എവിടെയാണ്? അപ്പോൾ ദ്വാരകയിലെ നാട്ടുകാർ എല്ലാവരും പറഞ്ഞു, ഇത് എല്ലാ സ്ഥലത്തിലും കൃഷ്ണനുണ്ട്. 16,108 ഭവനം, എല്ലാ വീട്ടിലും ഭഗവാനുണ്ട്, എവിടെ വേണമെങ്കിലും കയറിക്കോളൂ. അപ്പോഴാണ് സുദാമാവിന് തോന്നി, നമ്മൾ ഉപനിഷത്തിൽ പഠിച്ചതേ ഉള്ളൂ, സർവം കൽവിതം, എല്ലാ ദിക്കിലും ഭഗവാനുണ്ടെന്ന് ഉപനിഷത്തിൽ പഠിച്ചതേ ഉള്ളൂ. അത് അനുഭവം ദ്വാരകാവാസികൾക്കാണ്. ഇവിടെ ഒരു മാളിക കണ്ടപ്പോൾ നല്ല ചൈതന്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറി ചെന്നു. ഇവിടെ നിറച്ചും കസേരകൾ ഇട്ട് വെച്ചിരിക്കുന്നു. അതിൽ ഓരോ രാജാക്കളെ മീശയും മുറുക്കിയിരിക്കുന്നു. അവർ പരസ്പരം തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു സുദാമാവ്. ഒരു രാജാവ് പറയുന്നു, ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ വേണ്ടി 2 കപ്പൽ കാശ്മീരിൽ നിന്ന് വന്നിട്ടുണ്ട്, കുങ്കുമപ്പൂ കൊണ്ടുവന്നിരിക്കുന്നു. ഭഗവാനെ കാണാൻ 2 മാസമായി കാത്തിരിക്കുന്നു. ഇപ്പോൾ വേറെ ആൾ പറയുന്നു, ഞാൻ മൈസൂരിൽ നിന്ന് വന്ന രാജാവാണ്, ഞാൻ 4 കപ്പൽ ചന്ദനമുട്ടി കൊണ്ടുവന്നിട്ടുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ വേണ്ടി 4 മാസം ഞാൻ കാത്തിരിക്കുന്നു. ഇപ്പോൾ കൊല്ലത്തിൽ നിന്നും പോയ ഒരു രാജാവ് പറയുന്നു, ഞാൻ 6 കപ്പൽ അണ്ടിപ്പരിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ 6 മാസം കാത്തിരിക്കുന്നു. സുദാമാവ് നോക്കി, ഇവർ രാജാക്കന്മാർക്ക് കപ്പലായി സാധനം കൊണ്ടുവന്ന് മാസക്കണക്കിന് കാത്തിരിക്കുന്നു, ഞാൻ 3 പിടി അവളെ കൊണ്ടുവന്നിട്ടുള്ളൂ, എന്തായാലും എനിക്ക് ഒരു 3 കൊല്ലം വേണ്ടി വരും. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അടുത്തിരിക്കുന്ന കാവൽക്കാരൻ പറഞ്ഞു, സുദാമാവേ, നിങ്ങളിപ്പോൾ ബ്രാഹ്മണന്മാരെ തടയാൻ പാടില്ല, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയിക്കോളൂ. ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് പോകാൻ കുറച്ച് മടിയായിരുന്നു. അപ്പോൾ കാവൽക്കാരനോട് പറഞ്ഞു, എൻ്റെ പേര് സുദാമാവാണ്, കണ്ണൻ്റെ ഒപ്പം പഠിച്ച ആളാണ്, പറയൂ, ഭഗവാൻ വിളിച്ചാൽ പിന്നെ ഞാൻ ഉള്ളിലേക്ക് ചെല്ലാം. ഉടനെ കാവൽക്കാരൻ പുറത്തിരുന്ന് വിളിച്ചു പറഞ്ഞു, സ്വാമിൻ ജയാവരീഭവ, തങ്ങളെ കാണാൻ ഒരു ബ്രാഹ്മണൻ വന്നിട്ടുണ്ട്. മൂളി ഭഗവാൻ. ആ ബ്രാഹ്മണൻ നിങ്ങളോടൊപ്പം പഠിച്ച ആളാണെന്ന് പറയുന്നു. 2 പ്രാവശ്യം മൂളി ഭഗവാൻ. ആ ബ്രാഹ്മണൻ്റെ പേര് സുദാമാവാണ്. സുദാമാവ് പറഞ്ഞപ്പോൾ
എൻ്റെ സുധാമ വന്നുവോ പറഞ്ഞ് ഭഗവാൻ ഓടി വരുന്നു. സഖ്യുപ്രിയസ്യ വിപ്രർഷേഹേ അംഗസംഗാതി നിർവൃതഃ പ്രീതോ വ്യമുഞ്ചത ബിന്ദൂൻ നേത്രാഭ്യാം പുഷ്കരേക്ഷണഃ. എൻ്റെ സുധാമാവൻ ഭഗവാൻ പറഞ്ഞപ്പോൾ സുധാമാവന് സന്തോഷം. നമ്മളൊക്കെ ഇടയ്ക്ക് പറയാണ്ട് എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ ഗുരുവായൂരപ്പ, നമ്മൾ പറഞ്ഞാൽ പോരാ, ഭഗവാൻ ഇങ്ങോട്ട് പറയുന്നു എൻ്റെ ആളാണ്. അങ്ങനെ എൻ്റെ സുധാമ പറഞ്ഞ് ഭഗവാൻ ഓടി വരുമ്പോൾ ആ ഭഗവാന്റെ വാക്കും കേട്ട് അദ്ദേഹം അങ്ങനെ ബോധം കിട്ടി വീഴാൻ പോയപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിനെ പിടിച്ചു ആളിംഗനം ചെയ്തു. പിന്നെ സുധാമാവിനെ വിളിച്ചു കൊണ്ടുപോയി കാല് കഴുകി പൂജിച്ചു. പിന്നെ സുധാമാവിനെ ഭക്ഷണമൊക്കെ കൊടുത്തു. വല്ല സദ്യ പറയാറുണ്ടല്ലോ, തിരുവാറന്മുള സദ്യ പോലെ വലിയ ഇല ഇട്ടു. അതിൽ ഇറച്ചും സാധനങ്ങൾ വിളമ്പി കൊടുക്കണം. ഓരോ ദേശത്തിൽ എന്തൊക്കെയാണ് പ്രധാനം എല്ലാം വിളമ്പി കൊടുക്കണം. തിരുപ്പതി ലഡ്ഡു, പിന്നെ അരവണ പായസം, കൊട്ടാരക്കര അപ്പം, പിന്നെ ഓരോ സ്ഥലത്ത് എന്തൊക്കെയാണ് സ്പെഷ്യൽ. കാഞ്ചീപുരം ഇഡ്ഡലി സ്പെഷ്യലാണ്, കുടല ഇഡ്ഡലി എന്ന് പറയും. ഇങ്ങനെ നമുക്ക് ഇഡ്ഡലി ഇങ്ങനെ ഇഡ്ഡലിയാണ്. പ്രത്യേക ഓരോ സ്ഥലത്തിലും ഓരോ പ്രത്യേകത ഉണ്ടാവും, ഓരോ ഭക്ഷണ സാധനം. അത് എല്ലാം വിളമ്പി കൊടുത്തു. പക്ഷേ സുധാമാവ് ഇത് എങ്ങനെ കഴിക്കുന്ന അറിയാത്ത ആളാണ്. ഇത്ര സാധനം വിളമ്പിട്ടും മോർ കൂട്ടാൻ വിളമ്പിയപ്പോൾ അദ്ദേഹം വിചാരിച്ചു ലഡ്ഡു മഞ്ഞ കളർ, മോർ കൂട്ടാൻ മഞ്ഞ കളറല്ലോ. അപ്പോൾ പരസ്പരം യോജിച്ച് കളിച്ചാൽ ലഡ്ഡു എടുത്ത് മോർ കൂട്ടാൻ കുഴച്ച് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് ഇങ്ങനെ ഇല്ലേട്ടോ എന്ന് പറഞ്ഞ് ഭഗവാൻ അടുത്തിരുന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ അദ്ദേഹം ഭക്ഷണം കഴിച്ചു. പിന്നെ കൈ കഴുകി തിണ്ണയിൽ ഉറങ്ങാൻ പോയപ്പോൾ ഭഗവാൻ വിളിച്ചു കൊണ്ടുപോയി സ്വന്തം മാസ്റ്റർ ബെഡ്റൂമിൽ പോയി കിടക്കാൻ പറഞ്ഞു. ഭഗവാൻ കാല് തലോടി കൊടുക്കുന്നു. അങ്ങനെ കാല് തലോടുമ്പോൾ എനിക്ക് വേണ്ടി നടന്നു വന്ന ആളിനെ കാല് തലോടുമ്പോൾ അദ്ദേഹത്തെ കാലിൽ മുള്ളു കുത്തിയത് കണ്ടു. മുള്ളു കുത്തി കല്ല് കുത്തിയിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം നാമം ജപിച്ച് അതൊന്നും ഓർക്കാതെ വരണം. ആ മുള്ളു കണ്ടപ്പോൾ ഭഗവാൻ വിളിച്ചു, രുക്മിണി വേഗം സേഫ്റ്റി പിൻ തരൂ. രുക്മിണിത്തു എവിടെ വളയിലാണോ എവിടെയാണ് സേഫ്റ്റി പിൻ തപ്പി നടക്കുന്നത്. അതിന് വരെ ക്ഷമയില്ല ഭഗവാൻ. ഭഗവാൻ ആ കാലെടുത്ത് സ്വന്തം വായി കൊണ്ട് തന്നെ പല്ല് കൊണ്ട് തന്നെ എടുക്കാൻ തുടങ്ങി. പങ്കജാക്ഷ കൃപ കൊണ്ടു മുട്ടി കൂച്ചേലൻ എന്നാണ് പറഞ്ഞു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എന്ത് ചെയ്യാൻ അറിയാതെ വളരെ ബുദ്ധിമുട്ടുന്നു സുധാമാവ്. അങ്ങനെ കണ്ണടച്ച് കിടക്കുമ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, സുധാമാവേ നിൻ്റെ കയ്യിൽ പൈസ ഒട്ടുമില്ല, എനിക്ക് കൂടുതൽ പൈസ ഉണ്ട്. പണം കൂടുതലായാലും പിന്നെ ശാന്തി സമാധാനം നഷ്ടപ്പെടും. ഇപ്പോൾ ടാറ്റാ ബിർല അംബാനിയൊക്കെ മര്യാദയ്ക്ക് ഉറങ്ങുന്നുണ്ടോ സംശയം. ഒട്ടും പൈസ ഇല്ലാത്തവർ പോലും എന്ത് ചെയ്യുന്നു, വിഷമിച്ചിരിക്കും. ഇതിൽ മീഡിയമായിരിക്കുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാം. സുധാമാവിൻ്റെ കയ്യിൽ ഒന്നുമില്ല, കൃഷ്ണൻ്റെ കയ്യിൽ കൂടുതലുണ്ട്. എന്നിട്ടും രണ്ടുപേരും സമാധാനമായി ജീവിക്കുന്നു. എന്താ കാരണം? ഗുരോരനുഗ്രഹേനൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് പണം കൊടുത്ത് മേടിക്കാം. കടയിൽ പോയാൽ പട്ട് സാരി, പിന്നെ നെക്ലസ്, ആഭരണം, എന്ത് വേണമെങ്കിലും ഭക്ഷണ സാധനം എല്ലാം മേടിക്കാം. കടയിൽ പോയി ഞങ്ങളുടെ വീട്ടിൽ ശാന്തി സമാധാനമില്ല, ഒരു 2 കിലോ ശാന്തി കിട്ടുമോ ചോദിച്ചാൽ കടക്കാരൻ പറയും എനിക്കില്ലേ പറയും. ഈ ശാന്തി സമാധാനം കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. ഇതുപോലെ സപ്താഹ സ്ഥലത്തിൽ വന്ന് ഭഗവാനെ കണ്ട് തൊഴുത് ഭഗവാന്റെ നാമം ജപിച്ചാലേ കിട്ടുള്ളൂ. പിന്നെ ഗുരുനാഥൻ്റെ അനുഗ്രഹം വേണം. ഇവിടെ പറയുന്നു ഭഗവാൻ അന്ന് നമ്മൾ 2 പേരും ചെറിയ കുട്ടിയായി പാഠശാലയിൽ പഠിക്കുന്ന സമയത്ത് ഗുരുനാഥനക്ക് വേണ്ടി വിറക് കൊണ്ടുവരേണ്ട സമയത്ത് പെട്ടെന്ന് മഴ വന്നു. മഴ വന്നപ്പോൾ സുധാമാവും കൃഷ്ണനും ആ വിറകളൊക്കെ മഴയിൽ നനയാതെ സൂക്ഷിച്ചു വച്ചു. സ്വയം മഴയിൽ നനഞ്ഞു നിന്നു. പിന്നെ മഴ നിന്ന ശേഷം ആ വിറക് കെട്ടുമായി എടുത്തു വന്നപ്പോൾ അവരുടെ തല മുഴുവൻ നനഞ്ഞിരിക്കുന്നു, വിറക് നനയാതിരിക്കുന്നു. സുധാമാവോട് ചോദിച്ചു, കൃഷ്ണനോട്, ആചാര്യൻ സാന്ദീപനി വിറക് നനഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ നനഞ്ഞിരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ വിറക് ഒരു മരത്തിൻ്റെ പൊത്തിൽ സൂക്ഷിച്ച് വെച്ചതാണ്. അപ്പോൾ ആ സാന്ദീപനി പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടിയല്ലേ, എവിടെ ചെന്നാലും നിങ്ങൾ ശാന്തി സമാധാനത്തോട് ജീവിക്കണം. 2 കൈ ഉയർത്തി ആശീർവാദം ചെയ്തു. ആ ഗുരു അനുഗ്രഹമാണ് നമ്മളിങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ കാരണം എന്ന് പറഞ്ഞ്, എനിക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ഇത് ചോദിച്ചപ്പോൾ സുധാമ അങ്ങനെ ഒളിച്ചു വെച്ചിരിക്കുന്നു. ഈ അവൽക്കിഴി കൊടുക്കേണ്ട, കാരണം ഇത്ര നല്ല നല്ല സാധനങ്ങൾ കഴിക്കുമ്പോൾ ഇത് കൊടുത്താൽ മോശമാവും എന്ന് വിചാരിച്ച് അദ്ദേഹം കൊടുത്തിട്ടില്ല. ഭഗവാൻ എന്ത് വിചാരിക്കുന്നു? സുധാമാവിൻ്റെ ഭാര്യയെ വിചാരിക്കുന്നു. എനിക്ക് വേണ്ടി സുധാമാവിൻ്റെ ഭാര്യ അടുത്ത വീട്ടിൽ വീട്ടിൽ ഭിക്ഷ എടുത്ത് കൊടുത്തതല്ലേ. അപ്പോൾ ആ ഭാര്യയുടെ ഭക്തി ഓർത്തിട്ടാണ് ഭഗവാൻ പത്ന്യാ പതിവ്രതായാസ്തു സഖാ പ്രിയ ചികീർഷയ, എനിക്ക്
എനിക്ക് വേണ്ടി എന്ത് കൊടുത്താലും സന്തോഷിക്കും. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി. ഒരു ചീര ദ്രൗപദി സമർപ്പിച്ചതുപോലെ ഒരു പത്രം സമർപ്പിച്ചാൽ മതി. പിന്നെ ഒരു പൂ ഗജേന്ദ്രൻ സമർപ്പിച്ചതുപോലെ ഒരു താമരപ്പൂ സമർപ്പിച്ചാൽ മതി. ഫലം ശബരിയെ പോലെ ഒരു പഴം സമർപ്പിച്ചാൽ മതി. പിന്നെ ഒന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ഭഗവാന്റെ മുമ്പിൽ ഗിണ്ടിയിൽ വെച്ചാൽ മതി. തോയം, പണ്ടൊക്കെ ഗിണ്ടിയിൽ വെള്ളം ഭഗവാന്റെ അടുത്ത് വെക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ വെള്ളമെങ്കിലും വെക്കണ്ടേ. അങ്ങനെ എന്ത് കൊടുത്താലും ഭക്തിയോട് കൊടുത്താൽ ഞാൻ സ്വീകരിക്കും. ഈ രാജാക്കന്മാർക്ക് കപ്പലായി സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ഭക്തിയില്ലേ, അതുകൊണ്ട് സ്പർശിച്ചില്ലേ, അവരുടെ അടുത്ത് പോയിട്ടില്ലേ. ഭൂയപി അഭക്തോപഹൃതം നമേ ദോഷായ കൽപ്പത. എന്ത് കൊടുത്താലും ഭക്തിയോട് കൊടുത്താൽ ഞാൻ സ്വീകരിക്കും. ഇത്രയും പറഞ്ഞിട്ടും സുദാമ കൊടുക്കാൻ ലജ്ജിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഭഗവാൻ സ്വയം എടുത്തു. സ്വയം ജഗാര കിമിതമിതി പൃഥുക തണ്ടുലാണ്. അതേ കഷ്ടത്തിൽ നിന്ന് ഭഗവാൻ അവൽക്കിഴി സ്വയം എടുത്തു. അത് അഴിച്ച് ഒരു പിടി എടുത്തു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സാധനം ഇത് തന്നെയാണെന്ന് പറഞ്ഞ് നൻവേദുപനീതമ്മേ പരമപ്രീണനം സഖേ. അത് ഒരു പിടി അവൽ ഇട്ടു. പിന്നെ രണ്ടാമത്തെ പിടി എടുത്ത് വായിലിടാൻ പോയപ്പോഴാണ് മഹാലക്ഷ്മി പറഞ്ഞു മതി പറഞ്ഞു. കാരണം ഇപ്പോൾ ഇത് കൊടുക്കും, ഇത് കഴിച്ചപ്പോൾ തന്നെ ഈ ഭൂലോക സൗഖ്യം മുഴുവനും കൊടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെ പിടി ഇട്ടാൽ പിന്നെ നേരെ സ്വർഗം മോക്ഷമേ കിട്ടുള്ളൂ. ഇപ്പോൾ മോക്ഷം വേണം, പിന്നെ കൊടുത്താൽ മതി. പിന്നെ വേഗം കഴിക്കേണ്ട സാധനമല്ലല്ലോ അവലൊക്കെ. ഇപ്പോൾ ഇതുപോലെ അവിലില്ല, പണ്ടത്തെ ഇങ്ങനെ കുത്തി ഉണ്ടാക്കുന്ന അവലൊക്കെ നല്ല കട്ടിയാണ്. ഒരു പിടി വായിലിട്ടാൽ ചവച്ച് ഉള്ളിലിറങ്ങുന്ന 5 മിനിറ്റ് വേണ്ടി വരും. വേഗം കഴിച്ചാൽ ബുദ്ധിമുട്ടാവും ഭഗവാനക്ക്. അതിനു വേണ്ടി ഒന്ന് പതുക്കെ കഴിച്ചാൽ മതി. ഭഗവാൻ ഒരുപടി അവൾ കഴിച്ചിട്ട് വരും അനുഗ്രഹിക്കണം വിചാരിക്കുന്നു. സുദാമ ഭഗവാന്റെ ഭാര്യയാണ് മഹാലക്ഷ്മി. എന്ത് ചെയ്യുന്നു? രുക്മിണി ദേവി. അവൾ കഴിക്കാതെ തന്നെ നമുക്ക് അനുഗ്രഹിക്കാം. പിന്നെ നന്നായിട്ടുണ്ട് ഭഗവാൻ പറയുന്നു. അത് ടേസ്റ്റ് നോക്കി അതേപോലെ ചെയ്തു കൊടുക്കാം തീരുമാനിച്ചു. മാത്രമല്ല ഗൃഹസ്ഥധർമ്മം മറന്നു. ഒരു ഗൃഹനാഥൻ എന്ത് ചെയ്യണം? നല്ല സാധനം കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ കഴിക്കുന്ന സാധനം ഭാര്യ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്ത് കഴിക്കണം. കടയിൽ നിന്ന് നല്ല തിരുനെൽവേലി ഹൽവ മേടിച്ച് വന്ന് പിന്നെ വേറെ ഒരാൾക്ക് കൊടുക്കാതെ കഥവ് അടച്ച് ഒറ്റയ്ക്ക് കഴിച്ചാൽ പാപമാണ് കഴിക്കുന്നു ശാസ്ത്രം പറയുന്നു. കേവലാഹോ ഭവതി കേവലാദി. നല്ല സാധനം ഏകസ്വാദ് നഭുഞ്ചീത. നല്ല മധുര പദാർത്ഥങ്ങൾ ഒറ്റയ്ക്ക് കഴിക്കാൻ പാടില്ല. മിനിമം 2 ആൾക്ക് കൊടുക്കണം. കാക്കയെ കണ്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? സന്തോഷത്തിൽ അടുത്ത് ഭാര്യ കുട്ടികൾ ഇരിക്കുമ്പോൾ സ്വയം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ രുക്മിണി ദേവി പറഞ്ഞു ഞങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ കുറച്ച് പ്രസാദം തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഇത് പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് ഭഗവാൻ എല്ലാവർക്കും പ്രസാദം കൊടുത്തു. രാത്രി മുഴുവനും ആത്മാനം സ്വർഗത്തിൽ ഇരുന്നത് പോലെ തോന്നി. പിന്നെ അടുത്ത ദിവസം ഭഗവാൻ സുദാമാവോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം ആദ്യം ഒരു മുഷിഞ്ഞ മുണ്ട് ഉടുത്തി വന്നിരുന്നു. ഭഗവാൻ നല്ല പട്ട് വസ്ത്രമൊക്കെ കൊടുത്ത് ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ ആ പുതിയ വസ്ത്രം കൂടുതലേ അത് തന്നോളും, അത് മേടിച്ച് പഴയ വസ്ത്രം തന്നെ തിരിച്ചു കൊടുത്ത് പോയിക്കോളൂ പറഞ്ഞു. സുദാമാവ് തോന്നി ആദ്യം ഒരു മുഷിഞ്ഞ കീറിയ മുണ്ട് ഉടുത്തി വന്നു. അത് ഇപ്പോൾ ഭഗവാൻ മാടിച്ച് തിരിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി വലുതായി കീറിപ്പോയി. ദ്വാരക പോയിട്ട് എന്ത് കിട്ടി ചോദിച്ചാൽ കീറിയ മുണ്ടൊന്ന് വലുതായി കീറിപ്പോയി. അത്രയേ പ്രയോജനം ഉണ്ടായിട്ടുള്ളൂ. കയ്യിൽ ഒന്നും കൊടുത്തിട്ടേ ഇല്ല. രുക്മിണി ദേവി പോലും ചോദിച്ചു ഇങ്ങനെ ചെയ്യാമോ? നല്ല മുണ്ട് കൊടുത്തിട്ട് തിരിച്ച് മേടിച്ചില്ലേ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു എന്തായാലും സുദാമ കട്ടിയ വസ്ത്രമല്ലേ, ഓർമ്മയ്ക്ക് വേണ്ടി പ്രസാദമായി സ്വീകരിക്കാൻ വേണ്ടി മേടിച്ചതാണ്. അവിടെ കൂടുതൽ അയച്ചിട്ടുണ്ട്. സുദാമ വിചാരിച്ചു തൻ്റെ കയ്യിൽ പണമൊന്നും കൊടുത്തിട്ടില്ലല്ലോ, നന്നായി. പണം കൊടുത്താൽ അത് ചിന്തിച്ചിരിക്കും. ഇപ്പോൾ ഭഗവാനെ ചിന്തിക്കാൻ കൂടുതൽ സമയം കിട്ടുമല്ലോ വിചാരിച്ച് നാമം ജപിച്ച് ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വീണ്ടും നാട്ടിലെത്തിയപ്പോൾ വീട് കാണാതായി. സാധാരണ മാട് കാണാതാവും, ഇപ്പോൾ വീട് തന്നെ കാണാതായി. വീടിന് പകരം വലിയ കൊട്ടാരമാണ്. ഒരു കൊട്ടാരമല്ല, 5 കൊട്ടാരമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വലിയ കൊട്ടാരം, പിന്നെ ചെറിയ കൊട്ടാരം 4 അപ്പോൾ സുദാമാവിന് സംശയം തോന്നി. ചിലപ്പോൾ ഞാൻ പോയ സമയത്തിൽ പാണ്ഡവന്മാർ വന്നിട്ടുണ്ടാവും. പാണ്ഡവന്മാരാണ് ഇങ്ങനെ കൊട്ടാരം പണിയാറുള്ളൂ. ധർമ്മപുത്രൻ്റെ ജ്യേഷ്ഠനക്ക് വലിയ കൊട്ടാരവും ഭീമൻ അർജുനൻ അവർക്ക് ചെറിയ കൊട്ടാരം. അപ്പോൾ ഞാൻ പോയ സമയത്ത് പാണ്ഡവന്മാർ വന്നുവോ സംശയിച്ചു.
അപ്പോഴാണ് ആ വലിയ കൊട്ടാരത്തിൽ നിന്നും സുദാമാവിൻ്റെ ഭാര്യ വരുന്നു. സ്വന്തം പറയുന്ന സംശയം എന്നെ രുക്മിണിയെ പോലെ നല്ല പട്ടുവസ്ത്രം ധരിച്ച് ആഭരണം ധരിച്ച് വരുന്നു. എല്ലാവരും കയ്യിൽ പൂർണ്ണകുംഭം വെച്ച് സ്വീകരിക്കുന്നു. ഹിരണ്യപാത്രം മധോ എന്നോ നാമമൊക്കെ ജപിച്ച് മന്ത്രമൊക്കെ ജപിച്ച് സുദാമാവിനെ വിളിക്കുമ്പോൾ സുദാമ വിചാരിച്ചു നമ്മുടെ പുറകിൽ വേറെ ആരെങ്കിലും വലിയ ആൾ വന്നിട്ടുണ്ടാവും, അവർക്ക് വേണ്ടിയാണ് പൂർണ്ണകുംഭം വിചാരിച്ച് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നു. തിരിഞ്ഞു നോക്കണ്ട, നിങ്ങൾക്കാണ് പൂർണ്ണകുംഭം. അപ്പോൾ സുദാമാവിൻ്റെ കുട്ടികളൊക്കെ സ്വന്തം ആഭരണ വസ്ത്രമൊക്കെ കാണിച്ചപ്പോൾ ഇങ്ങനെ മാറി ചോദിച്ചപ്പോൾ ഞങ്ങൾ രാത്രി കടന്നതേ ഉള്ളൂ, എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ മാറി. ഈ 5 കൊട്ടാരം 4 കൊട്ടാരം എക്സ്ട്രാ എന്തിനാ ചോദിച്ചാൽ 4 വീട്ടിൽ കൊടുത്തല്ലേ അവർക്കും കൂടി ഭഗവാൻ അനുഗ്രഹിച്ചു. 4 വീട്ടിൽ ഭിക്ഷ മേടിച്ചു വന്നല്ലേ അവർക്കും 4 പിടി കൊടുത്തവർക്കും. അപ്പോൾ സുദാമാവ് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ ഐശ്വര്യം മാത്രം കൊടുത്താൽ പോരാ, ഭക്തിയും കൂടി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. തസ്യൈവ മേ സൗഹൃദ സഖ്യ മൈത്രീ ദാസ്യം പുനർജന്മണി ജന്മണി സ്യാത് മഹാനുഭാവേന ഗുണാലയേന വിഷജ്യതസ്തത്പുരുഷ പ്രസംഗ. ഭഗവാൻ ഈ ഭക്തിയും സത്സംഗവും തരണേന്ന് പ്രാർത്ഥിച്ച് നാമം ജപിച്ചുകൊണ്ട് അദ്ദേഹം കുടുംബജീവിതം നയിച്ചു. സുദാമാ ചരിത്രത്തിൻ്റെ സാരം എന്താണ് ചോദിച്ചാൽ ആദ്യം ചെറിയ കുടിലായിരുന്നു, ഇപ്പോൾ വലിയ കൊട്ടാരത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റസ് മാറി, പക്ഷേ അദ്ദേഹം മാറിയിട്ടില്ല. ചെറിയ കുടിലിരിക്കുമ്പോഴും നാമം ജപിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ വലിയ കൊട്ടാരമായുമ്പോൾ അദ്ദേഹം നാമം ജപിച്ച് ഭഗവാൻ ഭജിച്ചിരിക്കുന്നു. അതുപോലെ എപ്പോഴും ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കണം എന്നാണ് സുദാമാ ചരിത്രത്തിൻ്റെ സാരം. ഇത് കേൾക്കുന്നവർക്ക് കർമ്മബന്ധാത് വിമുക്തേ. നമ്മുടെ കർമ്മബന്ധം അല്ലേ ദാരിദ്ര്യമോ എന്തായാലും കർമ്മബന്ധം കൊണ്ടാണ്. ആ ബന്ധം മാറണമെങ്കിൽ സുദാമ അപ്പോൾ നമ്മളോട് അവൽഗിരി ബന്ധനം പറ്റി കൊണ്ട് കൊടുത്താൽ നമ്മുടെ ബന്ധവും മാറ്റി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും എന്നാണ് സുദാമാ ചരിത്രം.